അവയ്ക്ക് പകരം മാണിക്ക് തൊലയിൽ നിന്ന് നാട്ടിലെയും പുറം നാട്ടിലെയും ചെടികൾ കൊണ്ടുവരാമെന്നും അവയുടെ പേരുകളും അമൽ പറയാൻ തുടങ്ങിയപ്പോൾ ചാരു മുഖം വീർപ്പിച്ച് ഇരിപ്പായി. എന്നിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് തോട്ടം തന്നെ വേണ്ട. എസ്റ്റിമേറ്റ് കുറയ്ക്കുന്നതിനോടൊപ്പം ഭാവനയിലെ തീരുമാനങ്ങളും കുറഞ്ഞു വരുന്നത് ചാരുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അമൽ എന്തൊക്കെ നാവുകൊണ്ട് പറഞ്ഞാലും മനസ്സിൽ അമലിനും ഇഷ്ടമാകുന്നില്ല. അമൽ പറഞ്ഞു, എന്നാൽ ചേട്ടത്തിയമ്മേ, ചേട്ടനോട് ഈ തോട്ടത്തിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു നോക്കൂ. തീർച്ചയായും പണം തരും. ഇല്ല, പറയില്ല. പറഞ്ഞാൽ പിന്നെ ഈ ചെയ്യുന്നതിൽ എന്താണൊരു രസം? നമ്മൾ രണ്ടുപേരും കൂടി ഈ തോട്ടം ഉണ്ടാക്കും. അദ്ദേഹം സായിപ്പന്മാരുടെ ആഗ്രഹമനുസരിച്ചുള്ള ഈഡൻ ഗാർഡൻ ഉണ്ടാക്കി തരുമായിരിക്കും. അപ്പോൾ നമ്മളുടെ പ്ലാനെല്ലാം എന്താവും? അമ്പഴമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് അമലും ചാരുവും കൂടി അസാധ്യമായ സങ്കല്പങ്ങളുടെ സുഖം അനുഭവിക്കുകയാണ്. ആ നേരത്ത് മന്ദ രണ്ടാം നിലയിൽ നിന്ന് വിളിച്ചു ചോദിച്ചു, ഇത്ര നേരം നിങ്ങൾ അവിടെ ഇരുന്ന് എന്തു ചെയ്യുകയാണ്? ചാരു പറഞ്ഞു, പഴുത്ത അമ്പഴങ്ങ തേടുകയാണ്. കൊതിയോടെ മന്ദ പറഞ്ഞു. കിട്ടിയെങ്കിൽ എനിക്കും കൊണ്ടുതരൂ. ചാരു ചിരിച്ചു. ഒപ്പം അമലും. അവരുടെ സകല സങ്കല്പങ്ങളും അവർ മാത്രമറിയണം. അവർ തമ്മിൽ മാത്രമുള്ളതായിരിക്കണം എന്നതിലാണ് അവരുടെ പരമസുഖം. അതിന് അത്യധികം പ്രാധാന്യവും കൽപ്പിക്കുന്നു. മന്ദയ്ക്കു മറ്റു പല ഗുണങ്ങളുമുണ്ടെങ്കിലും സങ്കല്പങ്ങൾ ഇല്ല. അതിനാൽ ഇവരുടെ ഈ തരം പ്രസ്താവങ്ങളുടെ ശരിയായ രസം ആസ്വദിക്കാനും കഴിയില്ല. പിന്നിങ്ങനെ? അതിനാൽ ഈ രണ്ട് സഭ്യരുടെ കമ്മിറ്റിയിൽ മന്ദയെ ചേർക്കാനാവില്ല. അസാധാരണമായ തോട്ടത്തിൻ്റെ എസ്റ്റിമേറ്റ് കുറയുന്നില്ല. സങ്കല്പങ്ങളും തോൽവി സ്വീകരിക്കാൻ ഒരുക്കമില്ല. അങ്ങനെ അമ്പഴമരച്ചുവട്ടിലെ കമ്മിറ്റി യോഗം കുറച്ചുനാൾ തുടർന്നു. തോട്ടത്തിൽ തടാകം, മാനിൻ്റെ കൂട്, ചെറിയ ഒരു വേദി എന്നിവയുടെ സ്ഥാനങ്ങൾ അമൽ അടയാളമിട്ടു വെച്ചു. അവരുടെ കൽപ്പനയിലെ തോട്ടത്തിൽ ഈ അമ്പഴമരത്തിനും ഒരു സ്ഥാനമുണ്ട്. അതിനു ചുറ്റും ഒരു തറയുണ്ടാക്കണം. അമൽ കൈക്കോട്ടുകൊണ്ട് അതും അടയാളപ്പെടുത്തി. ആ നേരത്ത് ചാരു മരത്തണലിലിരുന്ന് പറഞ്ഞു, അമലും എഴുതി തുടങ്ങിയെങ്കിൽ എത്ര നന്നായിരുന്നു. അമൽ ആശ്ചര്യത്തോടെ ചോദിച്ചു, എന്തുകൊണ്ട്? എങ്കിൽ നമ്മുടെ ഈ തോട്ടത്തിനെ വർണ്ണിച്ചുകൊണ്ട് ഒരു കഥ എഴുതിപ്പിക്കാമായിരുന്നു. ഈ തടാകം, മാൻപേടയുടെ മുറി, ഈ അമ്പഴമരച്ചുവട് എല്ലാം ആ കഥയിലുണ്ടാവണം. അവയുടെ രഹസ്യം നമ്മൾ രണ്ടുപേർക്കുമല്ലാതെ മറ്റാർക്കും അറിയുകയില്ല. അമൽ, ഒന്ന് എഴുതാൻ ശ്രമിക്കൂ. തീർച്ചയായും അമലിന് സാധിക്കും. ശരി ശരി, എഴുതാനായാൽ എനിക്ക് എന്ത് തരും? എന്താണ് വേണ്ടത്? എൻ്റെ കൊതുക് വലയുടെ മേൽവശത്ത് ഞാൻ ചിത്രം വരച്ചു വയ്ക്കാം. അത് മുഴുവൻ സിൽക്ക് നൂലുകൊണ്ട് തുന്നി തരേണ്ടി വരും. എല്ലാം വലിയ മോഹങ്ങളാണ്. എപ്പോഴും കൊതുക് വലയുടെ മേൽവശത്ത് ആരെങ്കിലും തുന്നുമോ? കൊതുക് വലയെ സ്ത്രീയില്ലാത്ത സാധനമായി വെച്ച് അതിനെ കാരാഗ്രഹമായി കണക്കാക്കുന്നതിനെതിരായി അമൽ ഒരു ചെറുപ്രസംഗം നടത്തി. ലോകത്തിലെ 3/4 ആളുകൾക്കും സൗന്ദര്യബോധമില്ലെന്നും സൗന്ദര്യരാഹിത്യം അവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അലട്ടുന്ന ഒരു പ്രശ്നമല്ലെന്നും ചാരു ഈ പറഞ്ഞത് അതിന് ഉദാഹരണമാണെന്നും പറഞ്ഞു. ചാരു കേട്ടതും ഒരു കാര്യം മനസ്സിൽ പറഞ്ഞു. എന്തായാലും 2 പേരുള്ള ഈ കമ്മിറ്റി ആ 3/4 ഉൾപ്പെടുന്നില്ലല്ലോ. അവൾ അതോർത്ത് സന്തോഷിച്ചു. പറഞ്ഞു, ശരി, ഞാൻ തുന്നിത്തരാം. അമൽ എഴുതണം. രഹസ്യഭാവത്തിൽ അമൽ ചോദിച്ചു, എന്താ, എനിക്ക് എഴുതാൻ കഴിയില്ലെന്നാണോ വിചാരിച്ചത്? ചാരു ഉത്സാഹത്തോടെ പറഞ്ഞു, അപ്പോൾ എന്തോ എഴുതിയിട്ടുണ്ട് അല്ലേ? എന്നെ കാണിച്ചു തരൂ. ഇന്ന് വേണ്ട ചേട്ടത്തിയമ്മേ. അല്ല, ഇന്ന് തന്നെ എനിക്ക് കാണണം. വേഗം എടുത്തുകൊണ്ടുവരൂ. താൻ എഴുതിയത് ചാരുവിനെ കാണിക്കണമെന്ന വ്യഗ്രത അമലിനെ ഓരോ ദിവസവും അലട്ടിയിരുന്നു. ചാരു വായിച്ച ശേഷം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ചാരുവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന സംശയം അമലിനെ തടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അമൽ പുസ്തകം എടുത്തുകൊണ്ടുവന്നു. മുഖം ചുവന്നു. അവനൊന്ന് ചുമച്ചു. പിന്നെ വായിക്കാൻ തുടങ്ങി. ചാരു മരത്തിന്മേൽ ചാരി കാലുകൾ പുല്ലിന്മേൽ നീട്ടി വെച്ചിരുന്ന് കേൾക്കുന്നു.
എഴുതിയതിൻ്റെ വിഷയം എൻ്റെ പുസ്തകം എന്നാണ്. അമൽ വായിച്ചു. ഹേ, എൻ്റെ വെളുത്ത പുസ്തകം, എൻ്റെ കൽപ്പനകൾ ഇനിയും നിന്നെ സ്പർശിച്ചിട്ടില്ല. സൂതികാഗൃഹത്തിൽ ഭാഗ്യപുരുഷൻ പ്രവേശിക്കുന്നതിന് മുമ്പേ ശിശുവിൻ്റെ ലലാടമെന്ന പോലെ നീ നിർമ്മലമാണ്, നീ രഹസ്യമയമാണ്. നിന്റെ അവസാന താളിൽ അവസാനത്തെ വരിയെഴുതി ഉപസംഹാരം എന്നെഴുതുന്ന ആ ദിവസം എന്നാണ്? എവിടെയാണ്? നിന്റെ ഈ ശുഭ്ര ശിശുകടലാസ് ഏടുകൾ എന്നേക്കുമായി മഷിചിഹ്നിതമാക്കി സമാപ്തിയാക്കുന്ന കാര്യം ഇന്ന് സ്വപ്നത്തിൽ പോലും എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഇങ്ങനെ പലതും എഴുതിയിരിക്കുന്നു. ചാരു മരച്ചുവട്ടിലിരുന്ന് ആശ്ചര്യത്തോടെ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. വായന തീർന്ന ശേഷം കുറച്ചുനേരം ഒന്നും പറയാതെയിരുന്നു. എന്നിട്ട് ചാരു ചോദിച്ചു, ഇനിയും എഴുതാനാവില്ലേ? അന്ന് ആ മരച്ചുവട്ടിൽ വെച്ച് അമൽ സാഹിത്യത്തിൻ്റെ മാദകരസം ആദ്യമായി പാനം ചെയ്തു. കൂടെയുള്ളവൾ യുവതി, രസവും സ്വാദും പുതിയത്. അപരാഹ്നത്തിലെ വെളിച്ചത്തിൽ നീണ്ടുവരുന്ന നിഴലുകളിൽ രഹസ്യമയമായ എന്തോ അനുഭവപ്പെട്ടു. ചാരു അതിനിടയ്ക്ക് പറഞ്ഞു, അമൽ, കുറച്ച് അമ്പഴങ്ങ പറിച്ചുകൊണ്ടു പോകണം, അല്ലെങ്കിൽ മന്ദയോട് എന്താ പറയുക? മൂഢയായ മന്ദയോട് അവരുടെ എഴുത്തും വായനയും സംബന്ധിച്ച് പറയുകയേ വേണ്ട. അതിനാൽ അമ്പഴങ്ങ പറിച്ചെടുത്ത് കൊണ്ടുപോകേണ്ടി വന്നു. 2. തോട്ടത്തിനെക്കുറിച്ചുള്ള ആലോചനകളും പ്ലാനുകളും സങ്കല്പങ്ങളും സംബന്ധിച്ച അനന്തമായ ഭാവനകൾക്കുള്ളിൽ എന്താണ് നഷ്ടപ്പെട്ടു പോയതെന്ന് അമലും ചാരുവും അറിഞ്ഞത് തന്നെയില്ല. ഇപ്പോൾ അമൽ എഴുതുന്നതിലാണ് അവരുടെ മനസ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്തെഴുതണം, എന്തെഴുതി, എഴുതിയതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ എന്ത് എന്നിങ്ങനെ പോകുന്നു ദിനങ്ങൾ. അമൽ ഒരു ദിവസം പറഞ്ഞു, ചേടത്തിയമ്മേ, അതിശയകരമായൊരു കാര്യം തലയ്ക്കകത്ത് വന്നിട്ടുണ്ട്. ചാരു ഉത്സാഹത്തോടെ എണീറ്റു പറഞ്ഞു, വരൂ വരൂ, തെക്കുവശത്തെ വരാന്തയിൽ ചെന്നിരിക്കാം. വെറ്റില മുറുക്കാനും താമ്പൂലമുണ്ടാക്കി വയ്ക്കാനും മന്ദ ഇവിടെ ഇപ്പോൾ വരും. ചാരു കാശ്മീരി വരാന്തയിലെ പഴയ ചൂരല് കൊണ്ടുള്ള ചാരു കസേരയിൽ ഇരുന്നു. അമൽ റെയിലിങ്ങിന് താഴെയുള്ള കുറച്ചുയർന്ന സ്ഥാനത്ത് കാല് കീഴ്പോട്ടിട്ട് ഇരുന്നു. അമൽ എന്തിനെക്കുറിച്ച് എഴുതുന്നു എന്ന് ആദ്യം തീർച്ചയാക്കാറില്ല. വ്യക്തമായി പറയാനും കഴിയാറില്ല. വളച്ചു പിരിച്ച് പറയുന്നതോ മനസ്സിലാക്കാനും വിഷമം. അമൽ സ്വയം വീണ്ടും വീണ്ടും ഒരു കാര്യം പറയും. ചേട്ടത്തി അമ്മയെ പറഞ്ഞു മനസ്സിലാക്കാൻ എന്നെ കൊണ്ടാവില്ല. ചാരു പറയും, ഏയ്, എനിക്ക് ഏറെക്കുറെ മനസ്സിലായല്ലോ. അമൽ എഴുതിക്കൊണ്ടിരിക്കൂ, ഇനിയും വൈകിക്കരുത്. കുറച്ചൊക്കെ മനസ്സിലായും കുറച്ച് മനസ്സിലാക്കാതെയും വളരെയധികം മനസ്സിൽ കൽപ്പിച്ചും അമൽ കൂടുതൽ വ്യക്തമായി പറയട്ടെ എന്ന ആവേശത്തോടും മനസ്സിൽ ഒരു പ്രത്യേക ഭാവം കെട്ടിയുയർത്തുന്നതിൽ ചാരുവിന് പ്രത്യേകം സുഖം അനുഭവപ്പെട്ടു. ആ ഒരു ആഗ്രഹം കാരണം എപ്പോഴും അക്ഷമയായും ഇരുന്നു. ചാരു അന്ന് വൈകുന്നേരം തന്നെ അമലിനോട് ചോദിച്ചു, എത്രത്തോളം എഴുതി? ഇത്ര വേഗം എഴുതാനാകുമോ? അടുത്ത ദിവസം രാവിലെ പരിഭവവും കലഹഭാവവും കലർന്ന സ്വരത്തിൽ ചോദിച്ചു. എന്താ, ഇനിയും എഴുതിയില്ലേ? അമൽ മറുപടി പറഞ്ഞു, ഒന്ന് ക്ഷമിക്കൂ, ഞാൻ ഒന്നുകൂടി ചിന്തിക്കട്ടെ. ചാരുവിന് ദേഷ്യം വന്നു. പറഞ്ഞു, എന്നാൽ വേണ്ട. വൈകുന്നേരം ദേഷ്യം മൂത്ത് അമലിനോട് സംസാരിക്കയില്ല എന്ന നിലയിലെത്തി. അപ്പോൾ അമൽ പോക്കറ്റിൽ നിന്ന് തൂവാല പുറത്തെടുക്കുകയാണെന്ന ഭാവത്തിൽ കടലാസിൻ്റെ ഒരറ്റം പുറത്തേക്ക് കൊണ്ടുവന്നു. അടുത്ത നിമിഷത്തിൽ ചാരു മൗനം ഭഞ്ജിച്ചു. ഉത്കണ്ഠയോടെ പറഞ്ഞു, ദേ എഴുതിയിട്ടുണ്ടല്ലോ, എന്നെ പറ്റിക്കുകയാണോ? അമൽ പറഞ്ഞു, ഇനിയും മുഴുവനായിട്ടില്ല, കുറച്ചും കൂടി എഴുതിയ ശേഷം വായിച്ചു കേൾപ്പിക്കാം. വേണ്ട, ഇപ്പോൾ കേൾപ്പിക്കണം. അമലും അപ്പോൾ തന്നെ വായിക്കാൻ ഉത്സാഹം നിറഞ്ഞ് ധൃതിയായിരിക്കുകയാണ്. കുറച്ചു നേരം പിടിവലി കഴിഞ്ഞതല്ലാതെ വായിച്ചു കേൾപ്പിക്കില്ല എന്ന വാശിയാണ്. അതിനുശേഷം കടലാസ് കയ്യിലെടുത്തു. ശരിക്കിരിക്കുന്ന പോലെ അനങ്ങിയിരുന്നു. കടലാസുകൾ ഒപ്പം വയ്ക്കുകയാണ് എന്ന പോലെ കയ്യിൽ പിടിച്ച് ശരിയാക്കി. ഒന്ന് രണ്ടിടത്ത് ചില തെറ്റുകൾ തീർക്കുന്ന പോലെ ചെയ്തു. അപ്പോഴേക്കും
ചാരുവിൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് പുളകം കൊള്ളും. ജലഭാരം കൊണ്ട് താണുവരുന്ന മേഘം പോലെ കടലാസിലേക്ക് കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. 2-4 പാരഗ്രാഫുകൾ എഴുതിയത് ഏതു വിധത്തിലായാലും അമലിന് ചാരുവിനെ കേൾപ്പിക്കണം. ബാക്കിയുള്ളത് തൻ്റെ ഭാവനകളിൽ കീഴ്മേൽ മറിയുകയാണ്. ഇത്രയും നാൾ ഓരോ ആകാശക്കോട്ടകൾ കെട്ടുന്നതിൽ ഇരുവരും മുഴുകിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ കാവ്യമെഴുത്തും കവിതയുമാണ് കൃഷി. ഈ കൃഷിപ്പണി തുടങ്ങിയതോടെ മുന്നേ മനസ്സിൽ കണ്ടതെല്ലാം എവിടെയോ പോയി മറഞ്ഞു. അതെല്ലാം മറന്നു കഴിഞ്ഞു. ഒരു ദിവസം ഉച്ച തിരിഞ്ഞ നേരത്ത് അമൽ കോളേജിൽ നിന്ന് തിരിച്ചെത്തി. ഇന്ന് പോക്കറ്റ് പതിവിലധികം നിറഞ്ഞിരിക്കുന്നു. അമൽ വീട്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ ചാരു അകത്തെ മുറിയുടെ കിളിവാതിലിൽ കൂടി പോക്കറ്റിൻ്റെ സ്ഥിതി കണ്ടു കഴിഞ്ഞു. മറ്റു ദിവസങ്ങളിൽ വീട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ അമൽ ഒട്ടും വൈകിക്കാറില്ല. ഇന്ന് അകത്തേക്ക് കടക്കാതെ തൻ്റെ വീർത്ത പോക്കറ്റും കൊണ്ട് പുറത്തെ മുറിയിലേക്ക് കടന്നു ചെന്നു. അവിടെ നിന്ന് വേഗം തിരിച്ചു വരുന്നതും ഇല്ല. ചാരു അകത്തെ മുറിയുടെ കതകിനരികിൽ നിന്ന് ഏതാനും തവണ കൈകൊട്ടി. ആരും അത് കേട്ടില്ല. ചാരുവിന് കോപം വന്നു. മന്മഥദത്തിൻ്റെ ഒരു പുസ്തകം കയ്യിലെടുത്ത് വരാന്തയിലിരുന്ന് വായിക്കാൻ ശ്രമിച്ചു. മന്മഥദത്ത് പുതിയ എഴുത്തുകാരനാണ്. എഴുതുന്ന രീതി ഏതാണ്ട് അമലിൻ്റെ രചനാശൈലി പോലെയാണ്. അതിനാൽ അമൽ മന്മഥദത്തിനെ ഒരിക്കലും പ്രശംസിക്കാറില്ല. അതിലെ വാചകങ്ങളും വാക്കുകളും വികൃതമായി വായിച്ച് ചാരുവിൻ്റെ മുന്നിൽ ദത്തിനെ അപഹസിക്കുക പതിവാണ്. ചാരു ഉടനെ ആ പുസ്തകം അമലിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് ദൂരത്തേക്കെറിയും. ഇന്ന് അമലിൻ്റെ കാലൊച്ച കേട്ടപ്പോൾ മന്മഥദത്തിൻ്റെ അതേ പുസ്തകം കളകണ്ഠം തൻ്റെ മുഖത്തോട് ചേർത്തു പിടിച്ച് അതിഗൗരവത്തോടെ ചാരു വായിക്കാൻ തുടങ്ങി. അമൽ വരാന്തയിലെത്തിയിട്ടും ചാരു ശ്രദ്ധിച്ചില്ല. അമൽ ചോദിച്ചു, "എന്താ ചേട്ടത്തിയമ്മേ, എന്താണ് വായിക്കുന്നത്?" ചാരു ഉത്തരം പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ അമൽ ചാരുവിൻ്റെ പുറകിൽ വന്ന് പുസ്തകം നല്ലപോലെ നോക്കി. "ഓ, മന്മഥദത്തിൻ്റെ പുസ്തകം, ഗളകണ്ഠം," ചാരു പറഞ്ഞു. "എന്നെ ഉപദ്രവിക്കാതിരിക്കൂ, ഞാനിത് വായിക്കട്ടെ." പുറകിൽ നിന്ന് അമൽ വ്യംഗ്യസ്വരത്തിൽ വായിക്കാൻ തുടങ്ങി. "ഞാൻ തൃണം, വെറും നിസ്സാരമായ തൃണം മാത്രം. രക്താംബര രാജവേഷധാരിയായ അശോക, ഞാൻ തൃണമാണ്. എനിക്ക് പൂവില്ല, എനിക്ക് തണലില്ല. എൻ്റെ തല എനിക്ക് ആകാശത്തേക്ക് ഉയർത്താനാവില്ല. വസന്തത്തിലെ വാനമ്പാടി എന്നിൽ ആശ്രയം തേടിയിരുന്ന് ലോകത്തിനെ അതിൻ്റെ മധുരസ്വരം കേൾപ്പിച്ച് ഉന്മത്തമാക്കുകയില്ല. എന്നാലും സഹോദര അശോക, ഞാൻ തൃണം തന്നെയാണ്. എന്നെ അത്രയ്ക്ക് തുച്ഛമാക്കി കരുതല്ലേ." ഇത്രയും വായിച്ചത് പുസ്തകത്തിലെ വരികളാണ്. അതിനുശേഷം അമൽ പരിഹാസഭാവത്തിൽ ഓരോന്ന് സ്വയം പറയാൻ തുടങ്ങി. "ഞാൻ കായയുടെ പടല, പച്ച കായയുടെ പടല, കൂഷ്മാണ്ഡമാണ്. പുറപ്പുറത്ത് വിഹരിക്കുന്ന കൂഷ്മാണ്ഡം. അതെ, എന്നും ഞാൻ കായയുടെ പടല മാത്രം." ചാരുവിന് ദേഷ്യമടക്കാൻ വയ്യാതായി. പക്ഷേ ഉറക്കെ ചിരിച്ചുകൊണ്ട് പുസ്തകം വലിച്ചെറിഞ്ഞ് പറഞ്ഞു, "ഇത്രയ്ക്ക് കുശുമ്പുണ്ടല്ലോ. സ്വന്തം ലേഖനങ്ങളല്ലാതെ മറ്റൊന്നും ഇഷ്ടമാവില്ല. വലിയ ഔദാര്യമാണ് അല്ലേ? തൃണം കിട്ടിയാലും ചവച്ചു തിന്നാൻ ഇഷ്ടപ്പെടുന്നു. മതി, അധികം തമാശ പറയാൻ നിൽക്കണ്ട. പോക്കറ്റിൽ എന്താണെന്ന് വെച്ചാൽ പുറത്തേക്കെടുക്കൂ. എന്താണെന്ന് ഉദ്ദേശിച്ചു പറയൂ." കുറച്ചു നേരവും കൂടി ചാരുവിനെ ഉപദ്രവിച്ച ശേഷം അമൽ സരോരുഹം എന്ന വിഖ്യാത മാസിക പുറത്തേക്കെടുത്തു. ചാരു നോക്കി. അമലിൻ്റെ പുസ്തകം എന്ന ലേഖനം അതിൽ വന്നിട്ടുണ്ട്. അത് കണ്ട ശേഷം ചാരു ഒന്നും പറഞ്ഞില്ല. ചേടത്തിയമ്മ സന്തുഷ്ടയായി എന്തെങ്കിലും പറയുമെന്ന് അമൽ വിചാരിച്ചു. സന്തോഷത്തിൻ്റെ ലക്ഷണമൊന്നും കാണാത്തതുകൊണ്ട് അമൽ പറഞ്ഞു, "കണ്ടില്ലേ, സരോരുഹത്തിൽ ലേഖനം വന്നിരിക്കുന്നു." അമൽ പറഞ്ഞത് കുറച്ചധികമായോ? ഒരുവിധം തിരക്കേടില്ലാത്ത ലേഖനങ്ങൾ കിട്ടിയാൽ പത്രാധിപർ കൈവിടില്ല. അമൽ ചാരുവിനോട് ഇതും പറഞ്ഞു. "ഈ പത്രാധിപർ വലിയ കടുപ്പക്കാരനാണ്. 100ഓളം ലേഖനങ്ങളിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കും." കേട്ട ശേഷം സന്തോഷിക്കുന്ന ഭാവം വരുത്താൻ ശ്രമിച്ചുകൊണ്ട് എന്തോ പറയാൻ ഭാവിച്ചെങ്കിലും
സന്തോഷം വന്നില്ല. ചാരു എന്തുകൊണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെടാത്ത വിധം എന്തോ പരിക്ക് മനസ്സിലേറ്റ പോലെ പെരുമാറുന്നു എന്നാശ്ചര്യപ്പെട്ട് കാരണമറിയാൻ അമൽ പലതും പറഞ്ഞു നോക്കി. എങ്കിലും കാരണമെന്തെന്ന് ചാരുവിൽ നിന്ന് പുറത്തു വന്നില്ല. അമൽ എഴുതിയത് അമലിൻ്റെയും ചാരുവിൻ്റെയും മാത്രമാണ്. അമൽ ലേഖകനും ചാരു വായനക്കാരിയും. അതിലുള്ള ഗോപനീയതയാണ് ഏറ്റവും ആസ്വാദനീയമായ രസം. അമലിൻ്റെ ലേഖനം എല്ലാവരും വായിക്കുക, എല്ലാവരും പ്രശംസിക്കുക എന്നതിൽ ചാരു എന്തിനിത്ര വേദനിക്കുന്നു എന്ന് അമലിന് മനസ്സിലായില്ല. ഒരു ലേഖകന് ഒരു വായനക്കാരിയെ കൊണ്ട് മാത്രം അധിക നാൾ കഴിയാനാവില്ല. അമൽ തുടർച്ചയായി ലേഖനങ്ങൾ എഴുതാനും പ്രസിദ്ധീകരിക്കാനും തുടങ്ങി. അവയെല്ലാം ചേടത്തിയമ്മയെ കാണിച്ചു കൊടുക്കാറുണ്ട്. ചാരു അവ കണ്ട് സന്തോഷിച്ചു, അതോടൊപ്പം വിഷമിക്കുകയും ചെയ്തു. ഇപ്പോൾ അമലിനെ എഴുതാൻ ചേടത്തിയമ്മയുടെ മാത്രം പ്രോത്സാഹനത്തിൻ്റെ ആവശ്യമില്ല. അമലിന് പേരും ഒപ്പും ഒന്നുമില്ലാത്ത പെൺകുട്ടികളുടെ എഴുത്തുകൾ വരാൻ തുടങ്ങി. അവയെപ്പറ്റി തമാശ പറയാൻ ചാരു ഇഷ്ടപ്പെട്ടില്ല. അവരുടെ ഇരുവരുടെയും മാത്രമായ രണ്ടംഗ കമ്മിറ്റിയുടെ ആരും അറിയാത്ത അടഞ്ഞുകിടക്കുന്ന കതക് തുറന്ന് വങ്കദേശത്തെ വായനക്കാരുടെ സമൂഹം തന്നെ ചാരുവിൻ്റെയും അമലിൻ്റെയും നടുക്കെത്തി. ഒരു മുടക്ക ദിവസത്തിൽ ഭൂപതി ചാരുവിനോട് പറഞ്ഞു, കേട്ടോ ചാരു, നമ്മുടെ അമൽ നല്ല പോലെ എഴുതുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഭൂപതിയുടെ പ്രശംസ കേട്ട് ചാരു സന്തോഷിച്ചു. അമൽ ഭൂപതിയെ ആശ്രയിച്ച് ജീവിക്കുന്നു. ആശ്രിതന്മാരിലും പല തരക്കാരുണ്ട്. ഈ കാര്യം തൻ്റെ ഭർത്താവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ ചാരു അഭിമാനിച്ചു. ചാരുവിൻ്റെ മനസ്സിലെ ഭാവം ഇങ്ങനെയാണ്: അമലിനെ ഇത്രയും നാൾ ഞാൻ എത്രമാത്രം സ്നേഹിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ? വളരെ മുമ്പേ ഞാൻ അമലിൻ്റെ കഴിവിനെ പറ്റി മനസ്സിലാക്കി. അതല്ലേ അമൽ ആരുടെയും വെറുപ്പിന് പാത്രമാകാഞ്ഞത്? ചാരു ചോദിച്ചു. അമലിൻ്റെ ലേഖനം വായിച്ചോ? ഓഹോ, ഉവ്, ശരിക്ക് വായിച്ചില്ല. അതിന് സമയം കിട്ടിയില്ല. നിശികാന്തൻ വായിച്ച് വളരെ പ്രശംസിച്ചു. നിശികാന്തന് ബംഗാളി നല്ല പോലെ മനസ്സിലാകും. ഭൂപതിയുടെ മനസ്സിൽ അമലിനെക്കുറിച്ച് ഒരു ബഹുമാനഭാവം ഉണരണമെന്നതാണ് ചാരുവിൻ്റെ ഒരേയൊരു ആഗ്രഹം. 3. ഉമാപത് ഭൂപതിയെ തൻ്റെ പത്രത്തോടൊപ്പം പലവിധ സമ്മാനങ്ങൾ കൊടുക്കുന്ന കാര്യം പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു. സമ്മാനത്തിൽ കൂടി നഷ്ടം വരാതെ ലാഭമുണ്ടാക്കാനാകും എന്ന് ഭൂപതിക്ക് എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. ചാരു മുറിയിലേക്ക് കടന്നു വന്നതും ഉമാപതിനെ കണ്ടപ്പോൾ തിരികെ പോയി. കുറച്ചു നേരം ആ മുറിയിലും ഈ മുറിയിലും നടന്ന ശേഷം വീണ്ടും വന്നു. അപ്പോഴും 2 പേർ കണക്ക് കൂട്ടുന്നതിൽ തിരക്ക് പിടിച്ചിരിക്കുന്നതാണ് കണ്ടത്. ചാരുവിൻ്റെ ക്ഷമക്കേട് കണ്ടപ്പോൾ എന്തോ ഒരു ഒഴിവ് കഴിവ് പറഞ്ഞ് ഉമാപത് പുറത്തേക്ക് പോയി. ഭൂപതി തനിച്ചിരുന്ന് കണക്കുകൾ നോക്കി തല പുകച്ചുകൊണ്ടിരുന്നു. ചാരു മുറിയിലേക്ക് വന്നു ചോദിച്ചു, ഇനിയും ജോലി തീർന്നിട്ടില്ലേ? ഈ ഒരു പത്രവും കൊണ്ട് രാവും പകലും എന്താണിത്ര ജോലി? എങ്ങനെ ഇതിന് കഴിയുന്നു എന്നാണ് എൻ്റെ അത്ഭുതം. ഭൂപതി എല്ലാം ഒരു വശത്തേക്ക് നീക്കി വെച്ചു. പതുക്കെ ചിരിച്ചു. മനസ്സിൽ പറഞ്ഞു, വാസ്തവത്തിൽ ചാരുവിനെ പറ്റി ആലോചിക്കാൻ എനിക്ക് സമയമേ ഇല്ല. അത് വലിയ അന്യായം തന്നെ. പാവം, അവൾക്കും സമയം പോക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഭൂപതി സ്നേഹപുരസ്സരം പറഞ്ഞു. ഇന്ന് പഠിപ്പൊന്നുമില്ലേ? മാസ്റ്റർ ഓടിപ്പോയോ? നിന്റെ പാഠശാലയിലെ നിയമം നേരെ വിപരീതമാണല്ലോ. വിദ്യാർത്ഥിനി പുസ്തകവുമായി മാസ്റ്ററുടെ അഡ്രസ് ഇല്ല. ഈയിടെയായി അമൽ ആദ്യത്തെ പോലെ കൃത്യം പഠിപ്പിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. ചാരു മറുപടി പറഞ്ഞു. എന്നെ പഠിപ്പിക്കാനിരുന്ന് അമലിൻ്റെ സമയം വെറുതെ നഷ്ടപ്പെടുത്തുന്നത് ശരിയാണോ? അമൽ വെറും ഒരു പ്രൈവറ്റ് ട്യൂട്ടറാണെന്നാണോ വിചാരം? ഭൂപതി ചാരുവിൻ്റെ അരക്കെട്ടിൽ കൈവച്ച് തൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച് നിർത്തിയ ശേഷം പറഞ്ഞു, ഇതെന്താ വെറും സാധാരണ ട്യൂഷനാണോ? നിന്നെപ്പോലെ ഒരു ചേടത്തി അമ്മയെ പഠിപ്പിക്കാൻ കിട്ടുകയാണെങ്കിൽ അയ്യേ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇനിയും പറയല്ലേ. ഭർത്താവായിട്ടും മറ്റു പലതും.
ഭൂപതിക്ക് വിഷമം തോന്നി. എന്നാലും പറഞ്ഞു, നാളെ മുതൽ ഞാൻ നിന്നെ പഠിപ്പിക്കാം. തീർച്ച. നിന്റെ പുസ്തകങ്ങൾ എവിടെ? നോക്കട്ടെ. എന്താണ് നീ പഠിക്കുന്നത് എന്നൊരിക്കൽ ഞാനും കാണട്ടെ. വേണ്ട, വേണ്ടത്ര ആയി. എന്നെ പഠിപ്പിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ പത്രത്തിൻ്റെ കണക്കെടുക്കൽ ഒന്ന് നിർത്തിവെക്കാമോ? ഇപ്പോൾ മറ്റൊരിടത്തേക്കും മനസ്സ് പോവില്ല എന്ന് പറയൂ. എന്താ, സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. ഈ സമയത്ത് നിനക്കിഷ്ടമുള്ളിടത്തേക്ക് എൻ്റെ മനസ്സിനെ തിരിക്കാം. എങ്ങോട്ട് തിരിയണം? അങ്ങോട്ട്. ശരി, എന്നാൽ അമലിൻ്റെ ഈ ലേഖനം ഒന്ന് വായിച്ചു നോക്കൂ. എത്ര നന്നായി എഴുതിയിരിക്കുന്നെന്ന് നോക്കൂ. പത്രാധിപർ അമലിന് എന്താണ് എഴുതി അറിയിച്ചതെന്നോ? നവഗോപാൽ ബാബു, അമൽ ബംഗാളിലെ റസ്കിൻ എന്ന് പേരിട്ടിരിക്കുന്നു. ഇത്രയും കേട്ടപ്പോൾ കുറച്ച് സംശയഭാവത്തിൽ കടലാസ് കയ്യിലെടുത്തു. തുറന്നു നോക്കി. ലേഖനത്തിൻ്റെ പേര് ആഷാഢത്തിലെ ചന്ദ്രൻ എന്നാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് സംബന്ധിച്ചുള്ള ആലോചനകളുമായി തിരക്കിലായിരുന്നു. ആ കാര്യങ്ങൾ കീടങ്ങളെ പോലെ തലച്ചോറിൻ്റെ ഓരോ കോശങ്ങളിലും കടന്നുകൂടിയിരിക്കുകയാണ്. അങ്ങനെ അവ ചെറു കൃമികളെ പോലെ വിചാരിക്കുമ്പോൾ ഈ ആഷാഢത്തിലെ ചന്ദ്രനെ മുഴുവനും വായിക്കാനായില്ല. അതിനൊന്നും മനസ്സ് ഒരുക്കമല്ലായിരുന്നു. പ്രബന്ധമാണെങ്കിൽ അത്ര ചെറുതുമല്ല. ഏതാണ്ട് ഈ വിധമാണ് തുടക്കം. ഇന്നെന്തുകൊണ്ടാണ് ആഷാഢത്തിലെ ചന്ദ്രൻ രാത്രി മുഴുവനും മേഘത്തിൻ്റെ മറവിൽ ഒളിഞ്ഞിരിക്കുന്നത്? അത് സ്വർഗലോകത്തിൽ നിന്ന് എന്തെങ്കിലും കട്ടെടുത്ത് വരികയാണോ? എന്തായിരിക്കും അത്? അതിന് അതിൻ്റെ കളങ്കം മറച്ചു വയ്ക്കാനും സ്ഥാനമില്ല. ഫാൽഗുനത്തിൽ ആകാശത്തിലൊരിടത്തും ഒട്ടും മേഘമുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ലോകരുടെ കണ്ണുകൾക്ക് മുന്നിൽ നിർലജ്ജന പോലെ ആ മുഖം തുറന്ന ആകാശത്തിൽ പ്രകാശിപ്പിക്കുകയുണ്ടായി. ഇന്ന് ആ കുലുങ്ങിയുടെ ചിരിയുടെ പ്രതിധ്വനി ഒരു ശിശുവിൻ്റെ സ്വപ്നം പോലെ, പ്രിയയുടെ നേരിയ ഓർമ്മ പോലെ, ദേവേന്ദ്രപത്നിയുടെ ശചിയുടെ അളകങ്ങൾക്കിടയിൽ കൂടിയുള്ള മുത്തുമാല പോലെ. ഭൂപതി തലകുലുക്കി പറഞ്ഞു, വളരെ നന്നായി എഴുതിയിരിക്കുന്നു. പക്ഷേ എനിക്കെന്ത് കാര്യം? ഈ തരം കവിത്വവും കവിഭാവനയും എനിക്ക് മനസ്സിലാകുമോ? ചാരു വളരെ പതുക്കെ ഭൂപതിയുടെ കയ്യിൽ നിന്ന് പത്രം എടുത്ത ശേഷം പറഞ്ഞു. പിന്നെന്താണ് മനസ്സിലാകുക? ലോകത്തിലെ മനുഷ്യരെ മനസ്സിലാക്കാനാവും.